അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞാനും അത് ഉണ്ടാക്കി നോക്കി. നമ്മുടെ കൊച്ചിയിലൊക്കെ വൈറലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ബൺ മസ്കയും ഇറാനി ചായയും. ഈ ഒരു ഇൻസ്റ്റാഗ്രാമത്തിലും യൂട്യൂബിലും ആയിട്ട് ഞാനേ ഉണ്ടാക്കാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്നാൽ പിന്നെ ഞാനായിട്ട് കുറയ്ക്കുന്നില്ല, നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വാനില എസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ല രീതിക്ക് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ടെക്സ്ചറായിരിക്കും വരിക. ഇതുപോലെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബണ്ണ് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഈ കട്ട് ചെയ്ത് വെച്ച ബണ്ണ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ, അല്ലാതെയും ചെയ്യാം. ഞാനിവിടെ ടോസ്റ്റ് ചെയ്യുന്നില്ല, അല്ലാതെ തന്നെയാണ് കേട്ടോ നമ്മൾ ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാ വീഡിയോസിലും കാണുന്ന പോലെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ആ ഒരു ബട്ടറിൻ്റെ ആ ഒരു മിക്സ് ഈ ഒരു ബണ്ണിലേക്ക് നല്ലോണം പേസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല രീതിക്ക് പേസ്റ്റ് ചെയ്തോ കേട്ടോ. പിന്നെ പുറത്തു കൂടെയും നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച പോർഷനിൽ കൂടെയും പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. ഒരു 1.5 കപ്പ് അല്ലെങ്കിൽ 2 കപ്പ് വെള്ളം വെച്ചിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കയും കൂടിയും ചേർത്ത് ചായപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം തിളപ്പിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക കേട്ടോ. വേറൊരു പാൻ എടുത്തിട്ട് കുറച്ച് പാലൊഴിച്ച് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ തിളപ്പിക്കാൻ വെച്ച ചായ അതൊന്ന് വറ്റി ഒന്ന് വരണം കേട്ടോ. പിന്നെ നമ്മൾ പാല് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിച്ച് പോവും. അങ്ങനെ പാലൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. കുറച്ച് കട്ടൻ ചായ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ച പാലും കൂടിയും ചേർത്ത് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ബൺ മസ്കയും ഇറാനി ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ അടുത്തത്? ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ആ ഫില്ലിംഗ് ഒക്കെ നിറച്ച് വെച്ചിരിക്കുന്ന ആ ബണ്ണ് ആ ഒരു ചായയിൽ മുക്കി കഴിക്കുമ്പോഴാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ്. അല്ലാതെ തിന്നുമ്പോഴും ടേസ്റ്റ് ഇല്ല എന്നല്ല, ഉണ്ട്. ഇത് കുറച്ചുകൂടി അടിപൊളിയാണ്. അപ്പോൾ പിന്നെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.